അള്ളാഹിന്റെ സ്നേഹം കിട്ടിയോ ഇല്ലേന്ന് ഒരാൾക്ക് അറിയാനുള്ള അലാമത്തുകൾ, അടയാളങ്ങൾ, അത് അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ പണ്ഡിതന്മാർ ഒന്ന് തൗഫീഖുൽ ഈമാൻ, ഒന്ന് അള്ളാന്റെ ഇഷ്ടം കിട്ടിയ ആൾക്കാർക്ക് അന്ന് ദീന് നേരെ കൊണ്ടടക്കാനുള്ള ഒരു സാഹചര്യം അല്ല കൊടുക്കും. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവൻ എന്ത് ചെയ്യും? ഓൻ ദീനിന്റെ രംഗത്ത് ഒരു നല്ല നിലക്ക് നിസ്കരിക്കാനും നോമ്പ് വിൽക്കാനും ദീനനുസരിച്ച് പോകാനുമുള്ള ഒരു സാഹചര്യം അള്ളാഹ് ഉണ്ടാക്കി കൊടുക്കും. നല്ലൊരു മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹ് ഒരുക്കി കൊടുക്കും. അതിനുള്ള അവസരം, അതിനുള്ള ഒരു ചുറ്റുപാട് നാട്ടിലും വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും എല്ലാം അയാൾക്ക് ഉണ്ടാകും. അത് അള്ളാഹ് കൊടുക്കുന്ന ഒരു അവസരമാണ്. നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണെന്നാണ്. ഇന്നല്ലാഹ ഖസ്സമ ബൈനക്കും അഖ്ലാഖക്കും, നിങ്ങൾക്കുള്ളത് അള്ളാഹു നിങ്ങൾക്കിടയിൽ വീതിച്ചു. കമാ ഖസ്സമ ബൈനക്കും അർസാഖക്കും, നിങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ വീതിച്ചതുപോലെ തന്നെ യുഅ്തിൽ മാല മൻ യുഹിബ്ബ് വമൻ ലാ യുഹിബ്ബ്, ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും അള്ളാഹു പണം കൊടുക്കും. അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കും പണം കൊടുക്കും. അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാറൂനിനും ഒരു പക്ഷേ എന്ത് ചെയ്യും? പണം കൊടുത്തെന്നിരിക്കും. എന്നാൽ വലാ യുഅ്തിൽ ഈമാൻ ഇല്ലാ മൻ അഹബ്ബ, ഈമാൻ അവൻ കൊടുക്കണമെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് ഈമാൻ കൊടുക്കും. സുഹൃത്തുക്കളെ, ഓരോ ദിനത്തിലും ദീനിന്റെ വഴിയിൽ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നുവെങ്കിൽ നമുക്ക് ആശ്വസിക്കാൻ പറ്റും. പക്ഷെ അത് നിലനിൽക്കണം. മരിക്കുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യണം? നിലനിൽക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോകാൻ, ഇസ്ലാമും ഈമാനുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് തരും. മറ്റൊന്നാ പറയുന്നത് എന്താ വെച്ചാൽ ഹിമായത്തു അവന് സംരക്ഷണം, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ഒരു സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കേട്ടില്ല നിങ്ങൾ? യൂസുഫ് എത്ര വലിയ അവസരമാണ് സുഹൃത്തുക്കളെ. രക്ഷപ്പെടാൻ പറ്റാതെ കഥകടച്ച് ഉള്ളിലാക്കി. പക്ഷെ അള്ളാഹു ലൗല അൻ റഅ ബുർഹാന റബ്ബി, അള്ളാഹ് കഴിച്ചിലാക്കി കൊടുത്തില്ലേ? അതൊരു ഭയങ്കര, അത് അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു നൽകുന്ന ഒരു അവസരമാണ്. വലിയ അള്ളാഹ് പരീക്ഷിക്കുന്നവൻ. ഇത് തെറ്റിന് അവസരങ്ങൾ തന്നിട്ട് നമ്മളെ ഈമാൻ അള്ളാഹ് പരീക്ഷിക്കും. തെറ്റിന് അവസരങ്ങൾ തന്നിട്ട് അള്ളാഹു നമ്മുടെ ഈമാൻ പരീക്ഷിക്കും. അതുകൊണ്ടാണ് സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറയുന്നുണ്ട് 71-ാമത്തെ ആയത്തിൽ, അതായത് ഈ ഇഹ്റാം കെട്ടി വരുന്ന ആളുകൾ ഉണ്ടാവില്ല, ഇഹ്റാമിൽ വരുന്ന ആളുകൾക്ക് വേട്ടയാടാൻ പറ്റൂല. അപ്പൊ അവരെ മുന്നിക്ക് ഇങ്ങനെ വരുന്നതാണ് മാനുകൾ, അതേപോലെ തന്നെ നല്ല മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ ഇഹ്റാം വേഷത്തിൽ വരുമ്പോൾ മുമ്പുക്ക് ഇങ്ങനെ വരും. തെനാലുഹൂബി ഐദീക്കും, കൈകൊണ്ട് കിട്ടും, വരിമാഹുക്കും, കുന്തം കൊണ്ട് കിട്ടും. അപ്പൊ ഈ വേട്ടയാടിയൊക്കെ ശീലമുള്ള ആൾക്കാർ ഇഹ്റാമിൽ നിൽക്കുമ്പോൾ മുമ്പുക്ക് ഇങ്ങനെ വരുമ്പോ പിടിച്ചു പോകൂലേ? എന്താ പണ്ഡിതന്മാരോട് വിശദീകരിച്ച്, തെറ്റ് ചെയ്യാൻ അവസരം. മനസ്സിലായി? നമ്മൾ മനസ്സിൽ ഇങ്ങനെ തെറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലാഞ്ഞിട്ടാണോ നല്ല ആളായി നടക്കുന്നത്? അതോ തെറ്റ് ചെയ്യാൻ അവസരം കിട്ടാത്തോണ്ട് നല്ല ആളാകുമല്ലോ. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടൂല, നല്ല ആളാവും. അതുകൊണ്ട് നല്ല ആളാകുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ വിവാഹം എന്നുള്ളത് ഒരു തോന്നിയാസാണ് എന്നൊരു നിരീശ്വരവാദി യുക്തിവാദി ഇപ്പൊ അടുത്ത കാലത്ത് പറഞ്ഞു. അയാൾ പറഞ്ഞത് വിവാഹം കൊണ്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അയാൾ പറഞ്ഞ തരങ്ങൾ, വിവാഹം കഴിച്ചാൽ പിന്നെന്താ വെച്ചാൽ നമുക്ക് വേറൊരു പെണ്ണിനെയും സ്വീകരിക്കാൻ പറ്റില്ല, വേറൊരു പെണ്ണിനെയും പ്രേമിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ പെണ്ണുങ്ങൾ പിന്നെ ഇത് തടസ്സം നിൽക്കും. കല്യാണം കഴിച്ച പെണ്ണുങ്ങളെയും തടസ്സം നിൽക്കുന്നത്. അപ്പൊ ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യും? പരസ്ത്രീ ബന്ധത്തിന് പറ്റാതെ വരും. ഒരു പെണ്ണിനെ വിവാഹം കഴിഞ്ഞാൽ പരപുരുഷ ബന്ധത്തിന് പറ്റാതെ വരും. അങ്ങനെ വിവാഹം കഴിച്ച് ഭാര്യയും ഭർത്താവും ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നിൽക്കുന്നതുകൊണ്ട് തോന്നിയാസങ്ങൾക്ക് പോകാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, നല്ല ചാൻസുകൾ. ആ അവസരങ്ങളിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുമോ എന്ന് അള്ളാഹു പരീക്ഷിക്കും. എത്ര പരീക്ഷണങ്ങൾക്ക് മുന്നിലൂടെ നമ്മളൊക്കെ നടന്നു പോയിട്ടുണ്ടാവും. അത് പരീക്ഷിക്കുമെന്ന് പറയാനാണ് സൂറത്തുൽ മാഇദയിൽ ആ ആയത്ത് അള്ളാഹു വെച്ചത്. അപ്പോ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ അള്ളാഹു നമുക്ക് പ്രൊട്ടക്ഷൻ തരും. ആ തിന്മയിൽ നിന്ന് അള്ളാഹു നമ്മളെ മാറ്റിക്കളയും. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് നൽകുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിലേക്ക് സാമീപ്യം സിദ്ധിച്ചവർക്ക് അള്ളാഹു നൽകുന്ന ഒരു കാര്യമാകുന്നതാണ്. അവരിൽ നിന്ന് അള്ളാഹു ആ തിന്മകളെ മാറ്റിക്കളയും. മറ്റൊരു ലക്ഷണം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നമ്മളെ അള്ളാഹു നന്നായി പരീക്ഷിക്കും, കഠിനമായി പരീക്ഷിക്കും. അപ്പൊ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ആൾക്കാരെന്താ വിചാരിക്കാം? പടച്ചോൻ എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണ്. അല്ല, ഇഷ്ടം ഉണ്ടെങ്കിലാണ് പരീക്ഷ. അത് ഖുർആനിൽ അള്ളാഹു പറയുന്നതാണ്, വലനബുലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ വനബുലുവ അഖ്ബാറക്കും, നിങ്ങൾ ക്ഷമയുള്ളവരെയും നിങ്ങൾ യോദ്ധാക്കളെയും ഒക്കെ തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹു നല്ല പരീക്ഷണം കൊടുക്കും. സുഹൃത്തുക്കളെ, എന്ത് പരീക്ഷണങ്ങളും എന്ത് പ്രശ്നങ്ങളും വന്നാലും പതറാതെ നിൽക്കണം. അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെട്ടോ എന്ന് അറിയാനുള്ള ഒരു മാർഗം അള്ളാഹ് പറഞ്ഞത് അജല്ലഹുൽ ഉഖൂബ, അവന് ശിക്ഷകൾ ഇവിടുന്ന് തന്നെ കൊടുക്കും. എന്താ ശിക്ഷ കൊടുക്കാറിഞ്ഞാല് നമുക്കറിയാലോ, പരലോകത്തെ ചെറിയ ഒരു ശിക്ഷ പോലും മനുഷ്യന് താങ്ങാൻ കഴിയൂല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കാലിൽ നരകത്തിന്റെ ചെരുപ്പിട്ടാൽ തല തിളക്കും. ഏറ്റവും ചെറിയ ശിക്ഷയാണ്. അപ്പൊ പരലോകത്തെ ഒരു ശിക്ഷ മനുഷ്യന് സഹിക്കാൻ പറ്റൂല. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യുന്നറിയോ?
ചെറിയ ശിക്ഷകൾ കൊടുത്തിട്ട് മരിക്കുമ്പോഴേക്കിന് നമ്മളെല്ലാം ബാധ്യതകളും തീർത്തു തരും. മരിക്കുമ്പോഴേക്കിന് എല്ലാ ബാധ്യതകളും തീർത്തു തരും. അപ്പൊ ഞാൻ ചിന്തിക്കും, ഒരു നാട്ടിലെ മുഴുവനും ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തൊരു മഹാപണ്ഡിതൻ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20 വർഷം അദ്ദേഹം സ്ട്രോക്ക് വന്ന് കിടന്നു. ബോധത്തോടു കൂടെ കിടന്നു. ഒരു നല്ല പണ്ഡിതൻ, ഇസ്ലാമിന് വേണ്ടി ഏറെ സേവനം ചെയ്ത ഒരു വ്യക്തി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പൊ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ എന്റെ ചെറുപ്പത്തിൽ. അപ്പൊ അദ്ദേഹം ആ 20 കൊല്ലം ആ വെള്ളം നിറച്ച കിടക്കയിൽ അയാൾ കിടന്നു. യാതൊരു മടുപ്പും വിഷമവും ഇല്ലാതെ അയാൾ കിടന്നു. ആ 20 കൊല്ലം കൊണ്ട് ജീവിതത്തിൽ എത്രമാത്രം സംശുദ്ധത, ആ സഹിക്കുന്ന ഓരോ വേദനക്കും, ഒന്ന് ബാത്റൂമിൽ പോകേണ്ടി വന്നാൽ, ഒന്ന് മൂത്രമൊഴിക്കേണ്ടി വന്നാൽ ഉണ്ടാകുന്ന എല്ലാ വേദനക്കും ഓരോ തിന്മകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവാണ്. എങ്ങനെ അറിയോ? മരം ഉണങ്ങി കാറ്റിന്റെ ചെറിയ ഒരു ഓളം വരുമ്പോഴേക്കും ഇലകൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്ന പോലെ ഓരോ വേദനകളും നമ്മുടെ പാപങ്ങളെ കൊടിച്ചു കളയും. അപ്പൊ ആർക്കാ? അള്ള ഇഷ്ടപ്പെട്ടാൽ ആ പരീക്ഷണം വരിക. അപ്പൊ പരീക്ഷണത്തെ അപമാനമായി കാണരുത്. പരീക്ഷണത്തെ ഒരിക്കലും അള്ളാഹുവിന്റെ ശിക്ഷയായി കാണരുത്. പരീക്ഷണങ്ങളെ നമ്മൾ എന്തായി കാണണം? അള്ളാഹു നമുക്ക് പരലോകത്തെ ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി അള്ള ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പരലോകത്ത് അവനെ ഒന്നും ചെയ്യണ്ട എന്ന് പടച്ചോൻ തീരുമാനിച്ചു. എന്താ ചെയ്തത് ചെറുതുണ്ടല്ലോ, അത് ഇവിടെ നിന്ന് അള്ളാഹു തീർത്ത് കളയാൻ. അള്ളാഹു ഇഷ്ടപ്പെട്ടോ എന്നറിയാനുള്ള ഒരു വഴിയാണ് അള്ളാഹു കടുത്ത പരീക്ഷണങ്ങൾ തരുന്നുണ്ടോ എന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.